ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് WREയിലെ മൊഡ്യൂൾ 3 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സിലബസ് നോക്കാം. അപ്പം ഈ കൊടുത്തിരിക്കുന്നതാണ് സിലബസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇറിഗേഷൻ എന്താണ്, അതിൻ്റെ നെസസിറ്റീസ്, ബെനിഫിറ്റ്സ്, ഇൽ എഫക്ട്സ് ആൻഡ് ദെൻ ടൈപ്സ് ഓഫ് ഇറിഗേഷൻ. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പം ആദ്യമേ ഇറിഗേഷൻ എന്താണെന്ന് പറയാം. എന്താണ് ഇറിഗേഷൻ? ആർട്ടിഫിഷ്യലി വാട്ടറിനെ സപ്ലൈ ചെയ്യുന്നു അല്ലേ. അപ്പം ഇറ്റ്സ് എ പ്രോസസ് ഓഫ് സപ്ലൈയിങ് വാട്ടർ ആർട്ടിഫിഷ്യലി ടു ദി സോയിൽ ഫോർ റേസിങ് ക്രോപ്സ് റേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആർട്ടിഫിഷ്യലി കൊടുക്കുന്ന വാട്ടർ, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇറിഗേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിലെ ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് അതും ഒരു ബിടെക് സിവിലിലെ ഒരു ബ്രാഞ്ചാണ് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്. ഓക്കെ, അപ്പം ഈ ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇറ്റ്സ് എ സയൻസ് ഓഫ് പ്ലാനിങ് ആൻഡ് ഡിസൈനിങ് ആൻഡ് എഫിഷ്യൻറ്റ് ലോ കോസ്റ്റ് എക്കണോമിക് ഇറിഗേഷൻ സിസ്റ്റം വിച്ച് ഫിറ്റ് ടു ദി നാച്ചുറൽ കണ്ടീഷൻസ്. ഓക്കെ, അപ്പം നാച്ചുറൽ കണ്ടീഷനെ ഫിറ്റ് നന്നായിട്ട് ആ ഒരു കണ്ടീഷൻസിനൊക്കെ പറ്റുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഇറിഗേഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റുകാർ നോക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ നാച്ചുറൽ സോഴ്സസ് ഓഫ് വാട്ടറിനെ കൺട്രോൾ ചെയ്തിട്ട്, ഓക്കെ, അതെങ്ങനെ സപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം അവർ കൺട്രോൾ ചെയ്ത് അത് സ്റ്റോർ ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി എന്തായിരിക്കും അവർ കൺസ്ട്രക്ട് ചെയ്യുന്നത്? ഡാംസ് അല്ലേ. അപ്പം ഡാംസ് അല്ലെങ്കിൽ റിസർവേഴ്സ്, കനാൽസ്, അല്ലെങ്കിൽ അതുപോലത്തെ ഹെഡ് വർക്ക്സ്, അങ്ങനത്തെ റിസർവേഴ്സിനെല്ലാം അവർ കൺസ്ട്രക്ട് ചെയ്തിട്ട് വാട്ടറിനെ സ്റ്റോർ ചെയ്യും. എന്നിട്ട് ആവശ്യമനുസരിച്ച് അഗ്രികൾച്ചറൽ ഫീൽഡിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പം ഇത്രയാണ് എഞ്ചിനീയറിംഗ് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റുകാർ മെയിൻലി ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി മൂവിങ് ഓൺ ടു നെസസിറ്റി ഓഫ് ഇറിഗേഷൻ അല്ലെങ്കിൽ നീഡ് ഓഫ് ഇറിഗേഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു 3-4 പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ, ലെസ് റെയിൻഫോൾ. എന്ന് വെച്ചാൽ ലെസ് റെയിൻഫോൾ ആണെങ്കിൽ അവിടെ ഇറിഗേഷൻ വേണം എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള റീസൺസ് ആണ് നമ്മൾ അടുത്ത പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഒരു ക്രോപ്പിന് ആവശ്യമായിട്ടുള്ള റെയിൻഫോൾ കിട്ടിയില്ലെങ്കിൽ, എന്ന് വെച്ചാൽ ടോട്ടൽ റെയിൻഫോൾ എന്ന് പറയുന്നത് ക്രോപ്പിന് വേണ്ട വാട്ടറിൻ്റെ എമൗണ്ടിൽ അത്രയും എത്തിയില്ലെങ്കിൽ അവിടെ നമ്മൾ എന്തെടുക്കണം? ആർട്ടിഫിഷ്യലി വാട്ടർ സപ്ലൈ ചെയ്യേണ്ടി വരുന്നുണ്ട്. അങ്ങനത്തെ കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ ഇറിഗേഷൻ സിസ്റ്റം നമ്മൾ ഡിസൈൻ ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പം ആവശ്യത്തിന് വെള്ളമുള്ള സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഇറിഗേഷൻ സിസ്റ്റം കൺസ്ട്രക്ട് ചെയ്യും. എന്നിട്ട് വാട്ടർ ഡെഫിഷ്യൻ പ്ലേസിലോട്ട് നമ്മൾ കൺവേ ചെയ്യും, അങ്ങോട്ട് വെള്ളം എത്തിക്കും. ഓക്കെ, അപ്പം ലെസ് റെയിൻഫോൾ ആണെങ്കിൽ ക്രോപ്പിന് ആവശ്യത്തിനുള്ള വെള്ളം കിട്ടത്തില്ല. ആ ഒരു കേസിലാണ് നമ്മൾ പ്ലേസ് വേർ ദർ ഇസ് മോർ വാട്ടർ, അവിടെ നമ്മൾ ഇറിഗേഷൻ സിസ്റ്റം കൺസ്ട്രക്ട് ചെയ്തിട്ട് ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഏരിയയിലോട്ട് നമ്മൾ വെള്ളം കൺവേ ചെയ്ത് കൊടുക്കും. അതൊരു റീസൺ. അടുത്തത്, നോൺ യൂണിഫോം റെയിൻഫോൾ ആണെങ്കിൽ, എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ക്രോപ്പ് ക്രോപ്പ് ഗ്രോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് പീരീഡിൽ ചിലപ്പം നല്ല മഴ കാണും. പക്ഷെ അതിൻ്റെ എൻഡിലോ എത്തുമ്പോൾ, എന്ന് വെച്ചാൽ എൻഡ് എന്ന് പറയുമ്പോൾ ഈൽഡ് കിട്ടുന്ന ടൈം ആകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ക്രോപ്പ് പീരീഡ് കഴിയുന്ന ലാസ്റ്റ് ടൈമൊക്കെ ആകുമ്പം റെയിൻഫോൾ ചിലപ്പോൾ കാണത്തില്ലായിരിക്കും. ഓക്കെ, അപ്പം റെയിൻഫോൾ ഇല്ലെങ്കിൽ ഈൽഡ് കുറയും, അല്ലെങ്കിൽ ആ ക്രോപ്പ് അങ്ങ് ചീത്തയായി പോകും. അപ്പം ഇങ്ങനത്തെ കേസൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ, റെയിൻഫോളിൻ്റെ എമൗണ്ട് കുറവാണെങ്കിൽ, അല്ലെങ്കിൽ യൂണിഫോം ആയിട്ട് ത്രൂ ഔട്ട് ദി ഇയർ അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദി ക്രോപ്പ് പീരീഡ് നമുക്ക് റെയിൻഫോൾ കിട്ടാത്ത ഒരു ഏരിയ ആണെങ്കിൽ അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, എക്സസ് ആയിട്ടുള്ള റെയിൻഫോൾ ഉള്ള ടൈമിൽ ആ വാട്ടറെ നമ്മൾ കളക്ട് ചെയ്യും. എന്നിട്ട് ക്രോപ്പിന് കൊടുക്കും. എപ്പോഴാ? റെയിൻ ഇല്ലാത്ത ടൈമിൽ. ഓക്കെ, അപ്പം നോൺ യൂണിഫോം റെയിൻഫോൾ ആണെങ്കിൽ ആ ഒരു കേസിൽ നമുക്ക് ഇറിഗേഷൻ കൊടുക്കേണ്ടി വരുന്നുണ്ട്. അടുത്തത്, ഫോർ ഗ്രോയിങ് എ നമ്പർ ഓഫ് ക്രോപ്സ് ഡ്യൂറിങ് എ ഇയർ. ഒരു വർഷത്തിൽ തന്നെ ഒത്തിരി ക്രോപ്സ് നമുക്ക് ഗ്രോ ചെയ്യണമെങ്കിൽ അങ്ങനത്തെ കേസിൽ നമുക്ക് ഇറിഗേഷൻ ചെയ്യേണ്ടി വരും. കാരണം എന്താണ്? മിക്ക ക്രോപ്സും നമ്മൾ ഗ്രോ ചെയ്യുന്നത് മിക്കവാറും റെയിനി സീസണിലായിരിക്കും. ആ ടൈമിലാണ് ആ ഒരു ഏരിയയിൽ അത്രയും എമൗണ്ട് ഓഫ് റെയിൻഫോൾ കാണത്തുള്ളൂ. അപ്പം ആ ഒരു ടൈമിൽ നമ്മൾ മിക്കവാറും ഒരു പർട്ടിക്കുലർ ഏരിയ എടുത്താൽ വൺ ടൈപ്പ് ഓഫ് ക്രോപ്പേ നമ്മൾ ഗ്രോ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതല്ല, നമുക്ക് വേറൊരു സീസണിൽ, റെയിനി സീസൺ അല്ലാതൊരു സീസണിൽ നമുക്ക് കൃഷി നടത്തണം അല്ലെങ്കിൽ കൾട്ടിവേഷൻ നടത്തണമെങ്കിൽ ആ ടൈമിൽ റെയിൻ വാട്ടർ ഉണ്ടോ? ഇല്ല. അപ്പോൾ ആ ടൈമിൽ നമുക്ക് വാട്ടർ വേണമെങ്കിൽ ഈ ഇറിഗേഷൻ സിസ്റ്റത്തിൽ കൂടെ കിട്ടത്തുള്ളൂ. അപ്പം അതൊരു നീഡാണ്. ആ ഒരു ടൈമിൽ വെള്ളം കിട്ടണമെങ്കിൽ ഇറിഗേഷൻ സിസ്റ്റം വേണ്ടി വരും. അപ്പം എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്? ലെസ് റെയിൻഫോൾ ഉള്ളപ്പോൾ, നോൺ യൂണിഫോം റെയിൻഫോൾ ആണെങ്കിൽ, ഫോർ ഗ്രോയിങ് എ നമ്പർ ഓഫ് ക്രോപ്സ് ഡ്യൂറിങ് എ ഇയർ, കുറേ ക്രോപ്സ് നമുക്ക് ഗ്രോ ചെയ്യണം, പല സീസണിലായിട്ട് ഗ്രോ ചെയ്യണമെങ്കിലും ഇറിഗേഷൻ സിസ്റ്റത്തിൻ്റെ ആവശ്യമുണ്ട്. അടുത്ത നീഡ് എന്ന് പറയുന്നത്, ഫോർ ഗ്രോയിങ്
പെറനിയൽ ക്രോപ്സ്. അപ്പം പെറനിയൽ ക്രോപ്സ് എന്ന് വെച്ചാൽ ഈ ഷുഗർ കെയിൻ ഒക്കെ അല്ലേ, അതിനാണ് പെറനിയൽ ക്രോപ്സ് എന്ന് പറയുന്നത്. അതിനൊക്കെ ത്രൂ ഔട്ട് ദി ഇയർ വെള്ളം വേണം, വാട്ടർ വേണം. അപ്പം നമുക്ക് റെയിനി സീസണിൽ മാത്രം നമുക്ക് റെയിൻ വാട്ടർ ഉള്ളൂ അല്ലേ. അപ്പം ബാക്കിയുള്ള സീസണിൽ, ബാക്കിയുള്ള ഒരു ഇയറിലെ ആ ടൈമിലൊക്കെ വെള്ളം കിട്ടണമെങ്കിൽ ഇറിഗേഷൻ കൊടുക്കേണ്ടി വരും. അപ്പം പെറനിയൽ ക്രോപ്സിനൊക്കെ ത്രൂ ഔട്ട് ദി ഇയർ വെള്ളം വേണ്ട ക്രോപ്സ് ആണ്. അപ്പം അതിന് വെള്ളം കൊടുക്കണമെങ്കിൽ ഇറിഗേഷൻ സിസ്റ്റം കൊണ്ടുവന്നേ പറ്റൂ. ഓക്കെ. അതുപോലെ തന്നെ അടുത്തത് കൊമേഴ്ഷ്യൽ ക്രോപ്സ് അല്ലെങ്കിൽ ക്യാഷ് ക്രോപ്സ് എന്ന് വെച്ചാൽ ഈ ടുബാക്കോ, കോട്ടൺ, ഇതിനൊക്കെ അഡീഷണൽ വാട്ടർ വേണ്ട ക്രോപ്സ് ആണ്. അപ്പം അല്ലാതെ ഈ ഒരു നമ്മൾ റെയിനി സീസണിലൊക്കെ കൊടുക്കുന്ന ക്രോപ്സ് എന്ന് പറയുന്നത് അതിന് ആ ടൈമിൽ മാത്രം നമുക്ക് വെള്ളം മതി. പക്ഷേ ഈ ഒരു ക്യാഷ് ക്രോപ്സ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ക്രോപ്സിന് ത്രൂ ഔട്ട് ദി ആ ഒരു ക്രോപ്പ് പീരീഡിലും വെള്ളം വേണ്ടതാണ്. അപ്പം അങ്ങനത്തെ ക്രോപ്സ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ക്രോപ്സ് അല്ലെങ്കിൽ ക്യാഷ് ക്രോപ്സ് ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ആ ഒരു ക്രോപ്പിന് എക്സ്ട്രാ എമൗണ്ട് ഓഫ് വാട്ടർ കൊടുക്കേണ്ടി വരും. അപ്പോൾ അവിടെയും ഈ ഒരു ഇറിഗേഷൻ സിസ്റ്റത്തിൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ കൺട്രോൾഡ് വാട്ടർ സപ്ലൈ കൊടുക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഒക്കെ കൊടുത്തിട്ടായിരിക്കുമല്ലോ ഇറിഗേഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ ഒരു ക്രോപ്പിലോട്ട് കൺട്രോൾഡ് ആയിട്ടാണ് വെള്ളം കൊടുക്കാൻ പോകുന്നത്. അപ്പം ഒരു ക്രോപ്പിലോട്ട് കൺട്രോൾഡ് ആയിട്ട് നമുക്ക് വാട്ടർ സപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട്? ആ ഒരു ക്രോപ്പിൽ നിന്ന് കിട്ടുന്ന ഈൽഡ് എപ്പോഴും കൂടുതലായിരിക്കും. ഓക്കെ. അപ്പം ഈ ഒരു റീസൺസ്, ഇങ്ങനത്തെ പല റീസൺസ് കാരണം നമുക്ക് എന്താണ് പറയാനുള്ളത്, ഇറിഗേഷൻ എന്ന് പറയുന്നത് അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അത് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഏരിയയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോപ്സും ചെയ്യാൻ പറ്റും. ത്രൂ ഔട്ട് ദി ഇയർ നമുക്ക് കൾട്ടിവേഷനും കിട്ടുകയും ഈൽഡ് ഉണ്ടാക്കി അതനുസരിച്ച് നമുക്ക് എമൗണ്ട് ക്യാഷും അല്ലെങ്കിൽ റവന്യൂ ഒക്കെ കൂട്ടാൻ പറ്റും. ഓക്കെ. അപ്പം ഈ 2 സ്ലൈഡ് പറഞ്ഞതാണ് നെസസിറ്റി ഓഫ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഇനി മൂവിങ് ഓൺ ടു ബെനിഫിറ്റ്സ് ഓഫ് ഇറിഗേഷൻ. അപ്പം ഈ ഇറിഗേഷൻ ഉണ്ടെങ്കിൽ ഉള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാന്ന് നോക്കാം. അപ്പം ഒരു 10 ഒക്കെ ഉണ്ട്. അപ്പം നോക്കാം ഓരോന്നും. ഫസ്റ്റ് വൺ, ഇൻക്രീസ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൺട്രോൾഡ് ആയിട്ട് അല്ലെങ്കിൽ ടൈംലി സപ്ലൈ ഓഫ് വാട്ടർ വഴി ക്രോപ്സിന് കറക്റ്റ് ടൈമിൽ കറക്റ്റ് എമൗണ്ട് ഓഫ് വാട്ടർ കൊടുക്കുന്നതുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ഈൽഡ് എപ്പോഴും കൂടുതലായിരിക്കും. അപ്പം ഫുഡ് പ്രൊഡക്ഷനൊക്കെ കൂടും. അതൊരു ബെനിഫിറ്റ്. അടുത്തത് പ്രൊട്ടക്ഷൻ ഫ്രം ഫാമിൻ എന്ന് വെച്ചാൽ, ഫാമിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോർട്ടേജ് അല്ലെങ്കിൽ സ്കേസിറ്റി ഓഫ് ഫുഡാണ് അല്ലേ. ഒട്ടും അവർക്ക് കയ്യിൽ കാശില്ലാഞ്ഞിട്ട് ഫുഡ് മേടിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ, അതിനെയാണ് ഒരു സ്കേസിറ്റി ഓഫ് ഫുഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. അതിനെയാണ് നമ്മൾ ഫാമിൻ എന്ന് പറയുന്നത്. അപ്പം അതിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും ഈ ഒരു ഇറിഗേഷൻ വഴി. എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു പർട്ടിക്കുലർ ഏരിയ അവിടെയുള്ള ആൾക്കാർക്ക് ജോലിയൊന്നും ഇല്ലായിരിക്കുമായിരിക്കും. പക്ഷെ അപ്പോൾ അവിടെ അടുത്തുള്ള ക്രോപ്സിന് വെള്ളം കിട്ടാൻ വേണ്ടി നമ്മൾ ഇറിഗേഷൻ സിസ്റ്റം അവിടെ കൊണ്ടുവരാനിരിക്കുവാണ്. അപ്പോൾ അതിന് കൺസ്ട്രക്ഷന് വേണ്ടി നമ്മൾ അവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ ജോലി കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അവർക്ക് ഒരു എംപ്ലോയ്മെന്റ് കിട്ടും. അപ്പോൾ എന്താ, അവിടുത്തെ ആ പീപ്പിൾ അവർക്ക് ക്യാഷ് കിട്ടുന്നതുകൊണ്ട് അവർക്ക് റിലീഫ് ഫ്രം ഫാമിനാണ് അല്ലേ. അവർക്ക് ഫുഡൊക്കെ മേടിക്കാനുള്ള കാശ് കിട്ടും. അപ്പം ആ ഒരു കണ്ടീഷൻ അവർക്ക് കുറയും. അവർ ഫുഡ് ഇല്ലാത്തൊരു പ്രശ്നം അവർക്ക് കുറയും. അതുപോലെ തന്നെ ഈ ഒരു ഇറിഗേഷൻ സിസ്റ്റം കൺസ്ട്രക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അവിടെ കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും ആ ഒരു ഏരിയയിൽ വാട്ടർ സപ്ലൈ മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഡ്രൗട്ട് കണ്ടീഷൻ ഉണ്ടാകുന്നില്ല അല്ലേ. ഡ്രൗട്ട് എന്ന് വെച്ചാൽ എന്താ, ഡ്രൈനെസ് അല്ലെങ്കിൽ ഡ്രൈ വെതർ സമയത്ത് വെള്ളം ഒട്ടും ഇല്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയല്ലേ. ഇങ്ങനെ വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നതുകൊണ്ട് അവിടെ അങ്ങനെ ഒരു ഡ്രൗട്ട് കണ്ടീഷൻ ഇല്ല. അതുപോലെ തന്നെ ഫാമിൻ അതിൻ്റെ ഒരു പ്രശ്നവും അവിടെ ഉണ്ടാകുന്നില്ല. അടുത്തത്, ബൈ ഇറിഗേഷൻ നമുക്ക് കൾട്ടിവേഷൻ ഓഫ് ക്യാഷ് ക്രോപ്സ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ക്യാഷ് ക്രോപ്പ് എന്ന് പറയുമ്പോൾ ഷുഗർ കെയിൻ, ടുബാക്കോ, കോട്ടൺ ഒക്കെയാണ്. അപ്പം ഈ ടൈപ്പ് ഓഫ് ക്രോപ്സ് നമുക്ക് ഗ്രോ ചെയ്യണമെങ്കിൽ ഇറിഗേഷൻ്റെ ആവശ്യം അവിടെ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ. അടുത്ത ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, എലിമിനേഷൻ ഓഫ് മിക്സഡ് ക്രോപ്പിംഗ് എന്ന് വെച്ചാൽ, മിക്ക സ്ഥലത്തും ഈ ഒരു ഇറിഗേഷൻ ഇല്ലാത്ത സ്ഥലത്തൊക്കെ റെയിനി സീസണിൽ അവരൊരു പർട്ടിക്കുലർ ക്രോപ്പ് അവർ ഗ്രോ ചെയ്യിക്കും. അതിനായിരിക്കും പക്ഷേ ഏറ്റവും കൂടുതൽ ഈൽഡ്. പക്ഷെ പിന്നെ റെയിനിങ് സീസൺ അല്ലാത്ത സമയത്ത്, റെയിൻ വാട്ടർ ഇല്ലാത്ത സമയത്ത് അവർക്ക് ആ ഒരു കൃഷി ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. അപ്പം എന്താണ്, അവർ വേറെ എന്തെങ്കിലും ആ ഒരു അത്രയും ടൈമിലേക്ക് അടുത്ത മഴ വരുന്നവരെ എന്തെങ്കിലും ഒരു കൃഷി ചെയ്യും. പക്ഷെ അതിലൊന്നും വലിയ ഈൽഡൊന്നും കാണത്തില്ല. ഓക്കെ. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലത്തൊക്കെ നമുക്ക് ഈ മിക്സഡ് ക്രോപ്പിംഗ് വെക്കണ്ട, അത് ഇല്ലാതാക്കാൻ വേണ്ടി നമുക്ക് ഇറിഗേഷൻ വന്നു കഴിഞ്ഞാൽ എന്താ, ആ നേരത്തെ പറഞ്ഞ ഈൽഡ് കൂടുതലുള്ള ആ ഒരു ക്രോപ്പ് തന്നെ നമുക്ക് ഗ്രോ ചെയ്യിക്കാൻ പറ്റും. കാരണം ഇവിടെ വെള്ളമുണ്ടല്ലോ. അപ്പം റെയിൻ വാട്ടർ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ഇറിഗേഷൻ വാട്ടർ കൊണ്ട് അവർക്ക് ഏറ്റവും ഈൽഡുള്ള ആ ഒരു ക്രോപ്പ് റേസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്ത ബെനിഫിറ്റ്, അഡീഷൻ ടു ദി വെൽത്ത് ഓഫ് ദി കൺട്രി എന്ന് വെച്ചാൽ, ഒരു ഇറിഗേഷൻ സിസ്റ്റം നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ
അതിൽ നിന്ന് ഒത്തിരി റവന്യൂ നമ്മുടെ സ്റ്റേറ്റിന് കിട്ടും, ഒത്തിരി കാശ് കിട്ടുന്നുണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ ഫാമേഴ്സിൻ്റെ നമ്മൾ വാട്ടർ ടാക്സ് മേടിക്കുമല്ലോ അല്ലേ. ഇപ്പോൾ വാട്ടർ ടാക്സ് കിട്ടുന്നത് അത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് റവന്യൂയിലോട്ടാണ് ചെല്ലുന്നത്. അപ്പം നമ്മുടെ വെൽത്ത് ഓഫ് ദി കൺട്രി അങ്ങനെ ഇൻക്രീസ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൺട്രിയിൽ തന്നെ എന്താണ് ഫുഡ് പ്രൊഡക്ഷൻ നടക്കുമ്പോൾ എന്താണ് നമ്മുടെ കൺട്രി എന്ന് പറയുന്നത് സെൽഫ് സഫീഷ്യൻ്റ് ആവും ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. അതുകൊണ്ട് തന്നെ വേറൊരു കൺട്രിയിൽ നിന്ന്, ഫോറിൻ കൺട്രിയിൽ നിന്ന് അവിടെ നിന്ന് ഫുഡ് മേടിക്കേണ്ട അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അപ്പം വെൽത്ത് ഓഫ് ദി കൺട്രി, ആ ഒരു പർട്ടിക്കുലർ കൺട്രി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ത്രൂ പ്രോപ്പർ ഇറിഗേഷൻ ഫെസിലിറ്റീസ് വിച്ച് ക്യാൻ ഇൻക്രീസ് ദി ഈൽഡ് ഫ്രം ക്രോപ്സ്. ഓക്കെ, അടുത്തത് ഇൻക്രീസ് ഇൻ പ്രോസ്പെറിറ്റി ഓഫ് പീപ്പിൾ. അതെങ്ങനെയാണ് ഇൻക്രീസ് ഇൻ പ്രോസ്പെറിറ്റി ഓഫ് പീപ്പിൾ എന്ന് പറയാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ നമ്മളൊരു ഇറിഗേഷൻ ഫെസിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഇറിഗേഷൻ ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് ആ ഏരിയയിൽ ആ ഒരു പർട്ടിക്കുലർ ലാൻഡിന് വാല്യൂ കൂടുതലായിരിക്കും. വാല്യൂ കൂടുക എന്ന് വെച്ചാൽ ഓക്കെ, ആ സ്ഥലത്ത് നല്ല വെള്ളമൊക്കെ ഉള്ള സ്ഥലമാണ്, അപ്പം ആ ഒരു സ്ഥലത്തിന് ഇച്ചിരി വില കൂടുതലൊക്കെ ആയിരിക്കും. അങ്ങനെ ആ ഒരു പർട്ടിക്കുലർ സ്ഥലം നോക്കി വരുന്നവർക്ക് ഒത്തിരി പൈസ കൊടുത്ത് നമുക്ക് അങ്ങനെ സ്ഥലം മേടിക്കുന്നവർ കാണും. അതുപോലെ തന്നെ ഈ ക്രോപ്പിന് ആവശ്യത്തിനുള്ള വെള്ളം കിട്ടുന്നതുകൊണ്ട് അവിടെ നിന്ന് കിട്ടുന്ന ഈൽഡ് കൂടുതലായിരിക്കും. ഇത് രണ്ടും ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ആ വർക്ക് ചെയ്യുന്ന ഫാമേഴ്സിന് എന്താ അവരുടെ ലൈഫ് ഇച്ചിരി സെറ്റിൽഡ് ആകും, അവർക്ക് ലിവിങ് സ്റ്റാൻഡേർഡ് ഒക്കെ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യും. അപ്പം പ്രോസ്പെറസ് ആണ്, അവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റും. ഓക്കെ, അതാണ് ഈ ഒരു ഇറിഗേഷൻ്റെ വേറൊരു ബെനിഫിറ്റ്. അടുത്തത് ജനറേഷൻ ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ എന്ന് വെച്ചാൽ മിക്ക റിവർ വാലി പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഇറിഗേഷൻ ഉള്ള ആ ഒരു പ്രൊജക്റ്റിലൊക്കെ നമ്മൾ ഇറിഗേഷൻ്റെ കൂടെ ആ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷൻ കൊണ്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാമല്ലോ ഇടുക്കിയിലും ഒക്കെ അവിടെ വാട്ടർ സ്റ്റോർ ചെയ്ത് ഡാമിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്, അവിടെ നമ്മൾ പവർ ജനറേഷനും ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തത് ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ വാട്ടർ സപ്ലൈ എന്ന് വെച്ചാൽ ഡൊമസ്റ്റിക് പർപ്പസിന് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പർപ്പസിന് നമുക്ക് ഈ കനാലിൽ കൂടെ പോകുന്ന വെള്ളം നമ്മൾ മിക്കവാറും ഇറിഗേഷൻസിന് വേണ്ടിയുള്ളതായിരിക്കും. ഇപ്പോൾ ഇറിഗേഷന് വേണ്ടി പോകുന്ന ഈ കനാലിൽ കൂടെ പോകുന്ന വാട്ടറിന് നമുക്ക് ഡൊമസ്റ്റിക് പർപ്പസിനും യൂസ് ചെയ്യാം, ഇൻഡസ്ട്രിയൽ പർപ്പസിനും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അർബൻ ഏരിയ അല്ലെങ്കിൽ റൂറൽ ഏരിയയിലോട്ടൊക്കെ വാട്ടർ സപ്ലൈ ചെയ്യാനും നമുക്ക് ഈ കനാലൊക്കെ യൂസ് ചെയ്യാം. ഇറിഗേഷന് വേണ്ടി കൊടുത്തതായിരിക്കും, പക്ഷേ ഇങ്ങനത്തെ കേസിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് കൂടാതെ കനാൽസ് ഒക്കെ നമുക്ക് ബാത്തിങ്, അതുപോലെ ബോട്ടിങ്, കാറ്റിൽസിനൊക്കെ എന്ന് വെച്ചാൽ പശു അങ്ങനത്തേനൊക്കെ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് കനാലിൽ പോയി വെള്ളം കൊടുക്കാറുണ്ട്. പിന്നെ ഇതല്ലാതെ റിക്രിയേഷൻ പർപ്പസിനൊക്കെ നമ്മൾ കനാൽസ് യൂസ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത ബെനിഫിറ്റ് ഇൻലാൻഡ് നാവിഗേഷൻ അവിടെ സാധ്യമാകുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ലാർജ് കനാൽ ആകുമ്പോൾ അവിടെ ഇൻലാൻഡ് നാവിഗേഷൻ പറ്റും. അതുപോലെ തന്നെ ഈ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ഒക്കെ ഇല്ലേ, അതിനെ ആ ഒരു പർട്ടിക്കുലർ സൈഡിൽ നിന്ന് അപ്പുറത്തെ ഒരു ഏരിയയിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു കനാൽ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ അടുത്ത ബെനിഫിറ്റ് ഇംപ്രൂവ്മെന്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇറിഗേഷൻ ചാനലിൽ മിക്ക ഇറിഗേഷൻ ചാനൽസിലും നമ്മൾ ഇൻസ്പെക്ഷൻ റോഡ് എന്ന് വെച്ചാൽ ആ ഒരു ചാനൽസ് ഒക്കെ ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ റോഡ് കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ റോഡ് നമ്മൾ പ്രോപ്പർലി മെറ്റൽഡ് ആണെങ്കിൽ അതിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ സാധ്യമാക്കാം. അപ്പം നമുക്ക് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് ചെല്ലാം. കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനൊക്കെ നമുക്ക് ഇറിഗേഷൻ ചാനൽ അവിടെ ഉള്ളതുകൊണ്ടാണല്ലോ അവിടെ ഇൻസ്പെക്ഷൻ റോഡ് വന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. അടുത്തത് കനാൽ പ്ലാന്റേഷൻ. എന്താണെന്ന് വെച്ചാൽ നമ്മളെ കനാൽ ഉണ്ടല്ലോ, ആ കനാലിൻ്റെ അപ്പുറം ഇപ്പുറം ഉള്ള ഏരിയ തന്നെയാണ് സ്ട്രിപ്ഡ് ഏരിയാസ് എന്നൊക്കെ പറയുന്നത്. ആ ഒരു ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും എന്താ ഡാം ആയിരിക്കും, അല്ല ഇച്ചിരി നനമുള്ള ഏരിയ ആണ്, കാരണം എപ്പോഴും വെള്ളം ഉണ്ടല്ലോ ആ ഒരു ഏരിയയിൽ. അപ്പം ആ ഒരു സൈഡിലൊക്കെ ട്രീസ് പ്ലാന്റ് ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെ ട്രീസ് ഒത്തിരി വലിയ ട്രീസ് വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ കൺട്രിയുടെ ടിമ്പർ വെൽത്ത് കൂടുവാണല്ലോ അല്ലേ. അത് പിന്നെ ഒത്തിരി വലിയ തടിയായി കഴിയുമ്പോൾ നമുക്ക് മുറിച്ച് മാറ്റി നമുക്ക് ആ ഒരു ടിമ്പർ യൂസ് ചെയ്യാം ഫർണിച്ചേഴ്സ് വർക്കിനൊക്കെ. അപ്പം നമ്മുടെ കൺട്രിയിലെ ടിമ്പർ വെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ സോയിൽ എറോഷനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇംപ്രൂവ്മെന്റ് ഇൻ ഗ്രൗണ്ട് വാട്ടർ സ്റ്റോറേജ്. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, കാരണം എപ്പോഴും ഇങ്ങനെ ഇറിഗേഷൻ കാരണം എപ്പോഴും ആ ഒരു ഏരിയയിൽ വെള്ളം ഉണ്ട്. അപ്പം ഇങ്ങനെ വെള്ളം താരോട്ട് ഇങ്ങനെ കോൺസ്റ്റന്റ് പെർക്കുലേഷൻ അല്ലെങ്കിൽ സീപ്പേജ് ഓഫ് വാട്ടർ വഴി ഗ്രൗണ്ട് വാട്ടറിന്റെ ടേബിള് അങ്ങ് റേസ് ചെയ്യും. ആ ഒരു ഏരിയയിൽ ഗ്രൗണ്ട് വാട്ടറിൻ്റെ ആ ഒരു ടേബിൾ ഉണ്ടല്ലോ, ആ ഒരു ലൈൻ നമ്മുടെ സർഫസിന് തൊട്ടടുത്ത് വരും. അപ്പം ആ ഒരു സ്ഥലത്ത് ഗ്രൗണ്ട് വാട്ടർ സ്റ്റോറേജ് കൂടുതലായിരിക്കും ഇറിഗേഷൻ ഫെസിലിറ്റി അവിടെ ഉള്ളതുകൊണ്ട്. കാരണം എപ്പോഴും ആ ഒരു ഏരിയയിൽ വെള്ളം ഇങ്ങനെ താഴോട്ട് ഈ ഇൻഫിൽട്രേറ്റ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഗ്രൗണ്ട് വാട്ടർ സ്റ്റോറേജ് എപ്പോഴും കൂടുതലായിരിക്കും. ഇനി അടുത്തത് എയ്ഡ് ഇൻ സിവിലൈസേഷൻ. അതെങ്ങനെയാണ് നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ. റിവർ വാലി പ്രൊജക്ട് അതൊക്കെയാണല്ലോ ഇറിഗേഷൻ്റെ നമ്മൾ പ്രൊജക്ട് എന്ന് പറയുന്നത്. അവിടെ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ട്രൈബ്സ് എന്ന് പറയുന്ന ആൾക്കാർ
അവരുടെ മെയിൻ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഈ ഇറിഗേഷൻ വെച്ചിട്ടുള്ള കൾട്ടിവേഷൻസ് ഒക്കെ ആയിരിക്കും. അപ്പം ഈ ഇത്രയും ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഇട്ട് കഴിയുമ്പോൾ അവിടെ നിന്നുള്ള ക്രോപ്സിൽ നിന്നുള്ള ഈൽഡ് എപ്പോഴും കൂടുതലായിരിക്കും. ഈൽഡ് കൂടിക്കഴിഞ്ഞാൽ അവർക്ക് ആവശ്യത്തിനുള്ള കാശ് കിട്ടും. അപ്പോൾ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആകാം. അപ്പോൾ അവർ കുറച്ചുകൂടി സിവിലൈസ്ഡ് ആകും. ആ ഒരു ഏരിയയിൽ സാധാരണപ്പെട്ട മനുഷ്യരായിരുന്നു, പക്ഷെ അവർക്ക് ആവശ്യത്തിനുള്ള ഈ ഒരു എമൗണ്ട് ക്യാഷ് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ അവർ കുറച്ചുകൂടി സിവിലൈസ്ഡ് ആകും. ഓക്കെ, ലാസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ജനറൽ ഡെവലപ്മെന്റ് ഓഫ് ദി കൺട്രി. അതെന്ന് പറയുന്നത് ഈ പറഞ്ഞ എല്ലാത്തിൻ്റെയും കൂടെ ഒരു കമ്പൈൻഡ് എഫക്റ്റ് തന്നെയാണ്. എന്താണ്, ഒരു ക്രോപ്പ് ഉണ്ടാകണമെങ്കിൽ വാട്ടർ വേണം. വാട്ടർ വേണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വാട്ടർ അവിടെ കിട്ടണം. കണ്ടിന്യൂസ് ആയിട്ട് കിട്ടണമെങ്കിൽ റെയിൻ വാട്ടർ മാത്രം നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എക്സ്ട്രാ വാട്ടർ വേണം. അതിന് നമുക്ക് ഇറിഗേഷൻ കൊടുക്കണം. ഇറിഗേഷൻ വാട്ടർ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, ആവശ്യത്തിനുള്ള അത് കൺട്രോൾഡ് ആയിട്ടാണെങ്കിൽ നമുക്ക് ഈൽഡ് കൂടും. ഈൽഡ് കൂടിക്കഴിഞ്ഞാൽ അത്രയും കാശ് കിട്ടും. ഇപ്പോൾ ഫാമേഴ്സ് ഒക്കെ ആണെങ്കിൽ, സാധാരണപ്പെട്ട മനുഷ്യരാണെങ്കിൽ അവർക്ക് ഒരു പൈസ കിട്ടും അല്ലേ. പൈസ കിട്ടിക്കഴിയുമ്പോൾ എന്താ, അവർക്ക് ഒരു ലീവിങ് കണ്ടീഷനിൽ ഒത്തിരി ചേഞ്ചസ് വരും. അപ്പം ഇത് ഒരു കൺട്രിയിൽ ഒരാൾക്കൊരു ചേഞ്ച് വരിക, അല്ലെങ്കിൽ കുറേ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിന് ചേഞ്ച് വരുമ്പോൾ എന്താണ്, ആ കൺട്രി തന്നെ മൊത്തത്തിലൊരു ഡെവലപ്ഡ് ആവുകയാണ് അല്ലേ. ഇതാണ് ആ ഒരു ഫൈനൽ 14ാമത്തെ പോയിന്റ്. ഓക്കെ, അപ്പം ഈ പറഞ്ഞതൊക്കെയാണ് ബെനഫിറ്റ്സ് ഓഫ് ഇറിഗേഷൻസ്. ഓക്കെ, ഇനി അടുത്ത പറയാൻ പോകുന്നത് ഇൽ എഫക്ട്സ് ഓഫ് ഇറിഗേഷൻസ്. ഓക്കെ, അപ്പം എക്സസ് ആയിട്ട് ഇറിഗേഷൻ കൊടുത്താൽ, അല്ലെങ്കിൽ അൺസയന്റിഫിക് ആയിട്ടാണ് നമ്മൾ ഇറിഗേഷൻ വാട്ടർ കൊടുക്കുന്നതെങ്കിൽ അത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാരണമാവും. ഓക്കെ, അപ്പോൾ അതിലെ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ബ്രീഡിംഗ് പ്ലേസസ് ഫോർ മോസ്കിറ്റോസ്. അത് മനസ്സിലായി കാണുമല്ലോ. കാരണം നമ്മൾ ഒത്തിരി എക്സസ് വാട്ടർ അപ്ലൈ ചെയ്താൽ എന്താണ് പറ്റുന്നത്, വെള്ളം കെട്ടി കിടക്കും. അതുപോലെ തന്നെ വാട്ടർ എവിടെന്നെങ്കിലും ലീക്കേജ് ഉണ്ടായാൽ, അല്ലെങ്കിൽ പോണ്ട് ഡിപ്രഷൻസ് എന്ന് വെച്ചാൽ ഓരോ സ്ഥലത്ത് ചെറിയ ചെറിയ കുഴികളൊക്കെ ഉണ്ടെങ്കിൽ ആ പോർഷൻസ് എല്ലാം വെള്ളം ഇങ്ങനെ ഓവർഫ്ലോ ആയാൽ അവിടെയൊക്കെ എന്തെടുക്കും, ഈ മോസ്കിറ്റോസ്, ഈ പ്രാണികളൊക്കെ വന്ന് മുട്ടയിടും അല്ലേ. അപ്പം അത് ബ്രീഡിങ് നടക്കും, ഒത്തിരി മോസ്കിറ്റോസ് ഉണ്ടാവും. അപ്പം ഇത് ഒരു മലേറിയൽ കണ്ടീഷൻ അല്ലേ, അൺഹെൽത്തി കണ്ടീഷൻസിന് ചാൻസസ് ഉണ്ട്. ഓക്കെ, അടുത്തത് വാട്ടർ ലോഗിങ്. വാട്ടർ ലോഗിങ് എന്ന് വെച്ചാൽ ഈ ഏരിയയിൽ വാട്ടർ ടേബിൾ ഗ്രൗണ്ട് സർഫസിന് അടുത്തായിട്ടുള്ള ഏരിയ ആണെങ്കിൽ, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വാട്ടർ ടേബിൾ ഗ്രൗണ്ട് സർഫസിനൊക്കെ അടുത്തായിട്ടുള്ള ഏരിയ ആണെങ്കിൽ ഈ ഓവർ ഇറിഗേഷൻ കൂടെ കാരണം പിന്നെയും വെള്ളം നമ്മൾ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറ്റുന്നത്, വാട്ടർ ടേബിൾ ഒത്തിരി അങ്ങ് റൈസ് ചെയ്യും. അപ്പം എന്താ പറ്റുന്നത്, ഈ ക്രോപ്സിൻ്റെ ഒക്കെ റൂട്ട് സോണിൽ, ക്രോപ്സിൻ്റെ റൂട്ട് ഇരിക്കുന്ന പോർഷനിലൊക്കെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കും. വെള്ളം അങ്ങനെ റൂട്ടിൻ്റെ അവിടെ കെട്ടിക്കിടന്ന ആ ക്രോപ്പ് തന്നെ അങ്ങ് ചീത്തയായി പോവും. അതുപോലെ തന്നെ ഫ്ലോറൻസസിന് വെള്ളമെല്ലാം കെട്ടിക്കിടന്നിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും ആ ഒരു ഏരിയ. പിന്നെ ഹോൾ ഏരിയ അങ്ങനെ വാട്ടർ ലോഗ്ഡ് ആവും, വെള്ളം കെട്ടിക്കിടക്കുന്ന മാർഷി ലാൻഡായി മാറും പതുക്കെ. ഓക്കെ, അതൊരു പ്രശ്നമാണ്. അടുത്തത് ഡാം ക്ലൈമറ്റ് എന്ന് വെച്ചാൽ നമ്മൾ മിക്കവാറും ഈ ഒരു കൾട്ടിവേഷന് ക്രോപ്പിനൊക്കെ എടുക്കുന്ന ലാൻഡ് എന്ന് പറയുന്നത് എന്താ, ഒരു നനവുള്ള ഏരിയ ആയിരിക്കും മിക്കവാറും. ഓക്കെ, അപ്പോൾ അത് ഓൾറെഡി ഡാംപ് അല്ലെങ്കിൽ കോൾഡ് ഏരിയ ആണ്. ഈ വെള്ളവും കൂടെ ആവശ്യത്തിൽ കൂടുതൽ ഓവർ ഇറിഗേഷൻ കാരണം എന്താ പറ്റുന്നത്, ആ ഒരു ഏരിയ കുറച്ചും കൂടെ ഡാമ്പർ അല്ലെങ്കിൽ കോൾഡറായി മാറും ഈ എക്സസ് ആയിട്ടുള്ള ഇറിഗേഷൻസ് കാരണം. അപ്പോൾ ഈ 3 ഇൽ എഫക്ട്സ് ഓഫ് ഇറിഗേഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ഇറിഗേഷൻ നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇറിഗേഷനെ ബ്രോഡ്ലി 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ലിഫ്റ്റ് ഇറിഗേഷൻ അല്ലെങ്കിൽ അതിനെ വെൽ ഇറിഗേഷൻ എന്ന് പറയാം. സെക്കൻഡ് വൺ ഫ്ലോ ഇറിഗേഷൻ. ഓക്കെ, ഇനി ഈ ഫ്ലോ ഇറിഗേഷനെ നമുക്ക് 2 ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. പെരനിയൽ ഇറിഗേഷൻ അല്ലെങ്കിൽ ഇൻഡന്റേഷൻ ഇറിഗേഷൻ. ഇനിയും ഈ പറഞ്ഞ 2 ക്ലാസിഫിക്കേഷൻ അല്ലാതെ ഫ്ലോ ഇറിഗേഷൻ നമുക്ക് ബേസ്ഡ് ഓൺ സോഴ്സ് ഓഫ് വാട്ടർ ഫ്രം വിച്ച് ഇറ്റ് ഈസ് ഡ്രോൺ, വെള്ളം എടുക്കുന്ന ആ ഒരു സോഴ്സ് അനുസരിച്ച് നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഡയറക്റ്റ് ഇറിഗേഷൻ, സ്റ്റോറേജ് ഇറിഗേഷൻ അല്ലെങ്കിൽ കമ്പൈൻഡ് സിസ്റ്റം. കമ്പൈൻഡ് സിസ്റ്റം എന്ന് വെച്ചാൽ ആ ഡയറക്റ്റിന്റെയും സ്റ്റോറേജിന്റെയും ഒരു കമ്പൈൻഡ് സിസ്റ്റം ഉണ്ട്, അതാണ് 3ാമത്തത്. ഓക്കെ, അപ്പം ഇങ്ങനെ മെയിൻലി ഇത്രയാണ് ക്ലാസിഫിക്കേഷൻസ് ഇറിഗേഷൻ്റെത്. അപ്പോൾ ഓരോന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ നമുക്ക് ഫ്ലോ ഇറിഗേഷൻ നോക്കാം. അപ്പം ഫ്ലോ ഇറിഗേഷൻ എന്ന് വെച്ചാൽ ആ ഒരു പേരിൽ എന്താണ്, ഫ്ലോ അല്ലെ, എന്തോ ഫ്ലോ, വാട്ടർ അപ്പം ഫ്ലോ ആകുന്നുണ്ട്. ഓക്കെ, അപ്പം ഫ്ലോ ഇറിഗേഷനിൽ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് വെള്ളം കിട്ടേണ്ട ഏരിയ, ആ ഏരിയയിലോട്ട് ഇറിഗേഷൻ വാട്ടർ എന്ന് പറഞ്ഞാൽ ആ വരുന്ന വെള്ളം എന്ന് പറയുന്നത് ഗ്രാവിറ്റിയുടെ എഫക്റ്റ് കാരണം തന്നെ ഇങ്ങ് ഫ്ലോ ചെയ്ത് വന്നോളും. കാരണം അതൊരു ഹൈ ലെവലിലായിരിക്കും, ഒരു പർട്ടിക്കുലർ ലെവലിലാണ്. ആ ലെവലിൽ നിന്ന് അതിനിങ്ങനെ ഗ്രാവിറ്റി ഫ്ലോ അനുസരിച്ച് ആ ഏരിയയിലോട്ട് വരാൻ പറ്റും. അതാണ് ഫ്ലോ ഇറിഗേഷൻ എന്ന് പറയുന്നത്. അപ്പം ഒന്ന് വായിച്ചേ. Supply of irrigation water available is at such a level that it is conveyed onto the land by gravity flow. Gravity flowയിൽ ആ ലാൻഡിലോട്ട് വന്നോളും ആ ഒരു ഇറിഗേഷൻ വാട്ടർ. ഇതിനെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. പെരനിയൽ ഇറിഗേഷനും ഇൻഡന്റേഷൻ ഓർ ഫ്ലഡ് ഇറിഗേഷൻ അങ്ങനെയും പറയാം.
അങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതിലെ പെരനിയൽ ഇറിഗേഷൻ എന്താണെന്ന് വെച്ചാൽ ക്രോപ്പ് പീരീഡിൽ ത്രൂ ഔട്ട് ദി ക്രോപ്പ് പീരീഡിൽ വെള്ളം വേണ്ട ക്രോപ്സ് ആണ്, അങ്ങനത്തെ ക്രോപ്പ് റിക്വയർമെന്റ് ഉള്ള കൃഷിയാണ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് പെരനിയൽ ഇറിഗേഷൻ എന്ന് പറയുന്നത്. കാരണം ആ ഒരു ക്രോപ്പിന്റെ എൻറ്റയർ ലൈഫിലും എന്താ വേണം, വെള്ളം വേണ്ടി വരും. അതുകൊണ്ടാണ് അതിന് പെരനിയൽ ഇറിഗേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ പെരനിയൽ നമ്മൾ വാട്ടർ എന്ന് പറയത്തില്ലേ, റിവർ എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ദി ഇയർ അവിടെ വെള്ളം ഇങ്ങനെ ആ റിവറിൽ കാണും. അത് തന്നെയാണ് ത്രൂ ഔട്ട് ദി ക്രോപ്പ് പീരീഡ് വെള്ളം വേണ്ട ക്രോപ്സ് അങ്ങനെ ചെയ്യുന്ന ഇറിഗേഷനാണ് പെരനിയൽ ഇറിഗേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതൊന്ന് വായിച്ചേ. വാട്ടർ റിക്വയർഡ് ഫോർ ഇറിഗേഷൻ ഈസ് സപ്ലൈഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി ക്രോപ്പ് റിക്വയർമെന്റ്സ് ത്രൂ ഔട്ട് ദി ക്രോപ്പ് പീരീഡ്. നമ്മൾ വെള്ളം കൊടുക്കും. ഇതിനെയാണ് പെരനിയൽ ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെയാ കൊടുക്കുന്നത്? സ്റ്റോറേജ് ഹെഡ് വർക്ക്സ് റിക്വയർഡ് ടു സ്റ്റോർ എക്സസ് വാട്ടർ ഡ്യൂറിങ് ഫ്ലഡ്. അപ്പം സ്റ്റോറേജ് ഹെഡ് വർക്ക് അല്ലെങ്കിൽ റിസർവേഴ്സ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും. അതിനകത്ത് നമ്മൾ എക്സസ് ആയിട്ട് ഈ ഒരു ഫ്ലഡിന്റെ സമയത്തൊക്കെ എക്സസ് വാട്ടർ വരത്തില്ല, ആ വാട്ടർ നമ്മൾ ഫ്ലഡിന്റെ സമയത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് ക്രോപ്സിന്റെ ആവശ്യം അനുസരിച്ച് നമുക്ക് അതിൽ നിന്ന് റിലീസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതാണ് പെരനിയൽ ഇറിഗേഷൻ. ഇനി രണ്ടാമത്തത് ഇൻഡന്റേഷൻ ഇറിഗേഷൻ എന്ന് വെച്ചാൽ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഏരിയയിൽ ക്രോപ്പ് ചെയ്യുന്നതിന് മുന്നേ, ക്രോപ്പ് ഗ്രോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആ ഏരിയയിലെ നമ്മൾ ഡീപ്പ് ഫ്ലഡിങ് കൊടുക്കും, അല്ലെങ്കിൽ ആ ഒരു ലാൻഡ് സാച്ചുറേഷൻ ആക്കും, തറോ സാച്ചുറേഷൻ ആക്കും. ഓക്കെ, എന്നിട്ട് ക്രോപ്പ് പ്ലാന്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അവിടെ നിന്ന് ആ എക്സസ് ആയിട്ടുള്ള വാട്ടർ ഡ്രെയിൻ ചെയ്ത് മാറ്റും. എന്നിട്ടാണ് നമ്മൾ അവിടെ കൃഷി ചെയ്യുന്നത്. അത് വേറൊരു ടൈപ്പ് ഫ്ലഡ് ഇറിഗേഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. നമ്മൾ ഡീപ്പ് ഫ്ലഡിങ് ആദ്യം വെള്ളം ഒന്ന് കെട്ടി കുറച്ച് ദിവസം അങ്ങനെ വെക്കും നമ്മൾ ആ ഒരു ക്രോപ്പ് ഗ്രോ ചെയ്യുന്നതിന് മുന്നേ. എന്നിട്ട് നമ്മൾ പ്ലാന്റ് ചെയ്യുന്നതിന് മുന്നേ പോയിട്ട് നമ്മൾ ആ വാട്ടർ ആവശ്യം ഇല്ലാത്ത വാട്ടർ ഡ്രെയിൻ ചെയ്തങ്ങ് മാറ്റും. എന്നിട്ടാണ് കൃഷി ചെയ്യുന്നത്. അത് വേറൊരു ടൈപ്പ് ഓഫ് ഇറിഗേഷൻ. ഇനിയും ഫ്ലോ ഇറിഗേഷൻ നമുക്ക് ഫെർദർ സബ് ഡിവൈഡ് ചെയ്യാം ബേസ്ഡ് ഓൺ സോഴ്സ് ഫ്രം വിച്ച് വാട്ടർ ഇസ് ഡ്രോൺ. ഏത് സോഴ്സിലാണ് വാട്ടർ ഡ്രോ ചെയ്യുന്നത് അതനുസരിച്ച് നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഡയറക്റ്റ് ഇറിഗേഷൻ അല്ലെങ്കിൽ റിവർ കനാൽ ഇറിഗേഷൻ. ഓക്കെ, സെക്കൻഡ് വൺ സ്റ്റോറേജ് ഇറിഗേഷൻ അല്ലെങ്കിൽ ടാങ്ക് ഇറിഗേഷൻ. മൂന്നാമത്തത് കമ്പൈൻഡ് സിസ്റ്റം അല്ലെങ്കിൽ സ്റ്റോറേജ് കം ഡൈവേർഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് ഇറിഗേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പം ഓരോന്ന് എന്താന്ന് നോക്കാം. അപ്പം ഡയറക്റ്റ് ഇറിഗേഷൻ അല്ലെങ്കിൽ റിവർ കനാൽ ഇറിഗേഷൻ എന്താന്ന് വെച്ചാൽ അവിടെ നമ്മൾ വാട്ടറിനെ ഡയറക്റ്റ്ലി കനാലിലോട്ട് ഡൈവേർട്ട് ചെയ്യിക്കും. ഓക്കെ, റിവറിൽ നിന്ന് വരുന്ന വെള്ളത്തിനെ ഡയറക്റ്റ്ലി നമ്മൾ കനാലിലോട്ട് അങ്ങ് ഡൈവേർട്ട് ചെയ്യിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്? ലോ ഡൈവേർഷൻ വിയർ ഓർ ബാരേജ് നമ്മൾ റിവറിന് അക്രോസ് ആയിട്ട്, അപ്പോൾ റിവർ ഹൊറിസോണ്ടലി ഫ്ലോ ചെയ്യാന്ന് വെച്ചോ, അതിന് അക്രോസ് ആയിട്ട് ഒരു വിയർ കൺസ്ട്രക്ട് ചെയ്യും. വിയർ അങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറ്റുന്നത്? ഒരു സൈഡിൽ, ആ വിയറിന് ഇപ്പുറത്തെ സൈഡിൽ മാത്രം എന്താ പറ്റുന്നത്? വാട്ടർ ലെവൽ റൈസ് ചെയ്യും. എന്നിട്ട് ആ റൈസ് ചെയ്ത വാട്ടറിനെ നമ്മൾ കനാലിലോട്ട്, അതിൻ്റെ അപ്പുറം ആയിരിക്കും കനാലിലോട്ട് ഡൈവേർട്ട് ചെയ്ത് വിടും. ഓക്കെ, എന്നിട്ട് ആ കനാലിൽ കൂടെ പോകുന്ന വാട്ടർ ആയിരിക്കും നമ്മൾ എന്തിനെടുക്കുന്നത്? ഇറിഗേഷന് വേണ്ടി. ഇതാണ് ഡയറക്റ്റ് ഇറിഗേഷൻ അല്ലെങ്കിൽ റിവർ കനാൽ ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഇനി സ്റ്റോറേജ് ഇറിഗേഷൻ അല്ലെങ്കിൽ ടാങ്ക് ഇറിഗേഷൻ എന്താന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു റിവറിന് അക്രോസ് ആയിട്ട് ഒരു സോളിഡ് ബാരിയർ അല്ലെങ്കിൽ ഡാം അല്ലെങ്കിൽ സ്റ്റോറേജ് വിയർ അങ്ങനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു ബാരിയർ കൺസ്ട്രക്ട് ചെയ്യും. കൺസ്ട്രക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താ, അത്രയും പോർഷനിൽ വാട്ടർ റിസർവെയർ ഫോം ചെയ്യും. എന്നിട്ട് ആ വാട്ടർ റിസർവെയറിൽ നിന്ന് നമ്മൾ വെള്ളം എടുത്തിട്ടാണ് ഇറിഗേഷൻ കൊടുക്കുന്നത്. അതാണ് സ്റ്റോറേജ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇത് രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യമേ വാട്ടറിനെ നമ്മൾ സ്റ്റോർ ചെയ്യും. അതെങ്ങനെയാന്ന് വെച്ചാൽ റിവറിന് അക്രോസ് നമ്മൾ ഡാം കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഡാമിന്റെ അപ്സ്ട്രീം സൈഡിൽ റിസർവറിൽ നമ്മൾ വാട്ടറിനെ സ്റ്റോർ ചെയ്യും. എന്നിട്ട് ആ റിസർവറിലുള്ള വാട്ടറിനെ നമ്മൾ പവർ ജനറേഷന് വേണ്ടി എടുക്കും. ഓക്കെ, പവർ ജനറേഷന് വേണ്ടി എടുക്കും. എന്നിട്ട് ആ ഒരു പവർ ജനറേറ്ററിന്റെ അങ്ങോട്ട് വെള്ളം കൊടുക്കും. അവിടുന്ന് ഈ പവർ ഹൗസിൽ നിന്ന് പിന്നെ വെള്ളം തിരിച്ചു പോരുമല്ലോ. പവർ ജനറേഷൻ എടുത്ത വാട്ടർ, ബാക്കി വരുന്ന വാട്ടർ എന്തെടുക്കും? നമ്മൾ റിവറിലോട്ട് തന്നെ തിരിച്ചു വിടും. ഡിസ്ചാർജ് ഫ്രം പവർ ഹൗസ് ഫെഡ് ബാക്ക് ഇൻ ടു ദി റിവറിലോട്ട് തന്നെ വിടും. ആ വാട്ടർ പിന്നെ എന്താ, ഡാമിന്റെ ഡൗൺ സ്ട്രീം സൈഡിലോട്ട്, അപ്പുറത്തെ സൈഡിലോട്ടായിരിക്കും ചെല്ലുന്നത്. അവിടുന്ന് പിന്നെ അത് കനാലിലോട്ട് ഡൈവേർട്ടായി പോകും. ഓക്കെ, ഇതാണ് രണ്ടിൻ്റെ കോമ്പിനേഷൻ. സ്റ്റോറേജും ഉണ്ട്, കനാലിലോട്ടുള്ള ഡൈവേർഷനും ഉണ്ട്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ മൂന്നെണ്ണമാണ് നമുക്ക് ഫ്ലോ ഇറിഗേഷന് ബേസ്ഡ് ഓൺ സോഴ്സ് ഫ്രം വിച്ച് വാട്ടർ ഇസ് ഡ്രോൺ. ഈ സോഴ്സ് വെച്ചിട്ട് നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇനി ലാസ്റ്റ് വൺ ആണ് ലിഫ്റ്റ് ഇറിഗേഷൻ. ലിഫ്റ്റ് ഇറിഗേഷൻ അപ്പം എന്തായിരിക്കും? മറ്റത് ഫ്ലോ ഇറിഗേഷൻ ആയിരുന്നു. അപ്പോൾ അവിടെ ഗ്രാവിറ്റി ഫ്ലോയിൽ വെള്ളം ഇങ്ങനെ ഒഴുകി വന്നോളുമായിരുന്നു. ഇവിടെ അപ്പം ലിഫ്റ്റ് എന്നാണല്ലേ, ഇപ്പം എന്തോ വെള്ളം എടുക്കണം എന്ന് മനസ്സിലായി. അപ്പം ഇത് എവിടെയാന്ന് വെച്ചാൽ നമുക്ക് എടുക്കേണ്ട വെള്ളം അല്ലെങ്കിൽ ഇറിഗേഷൻ വാട്ടറിന്റെ ലെവൽ ഒത്തിരി താന്നാണെങ്കിൽ
അവിടെ നിന്ന് ഇപ്പോൾ ഗ്രാവിറ്റി ഫ്ലോയിൽ നമ്മുടെ ഏരിയയിലോട്ട് വെള്ളം വരത്തില്ലായിരിക്കും. ആ കേസിലാണ് നമ്മൾ ലിഫ്റ്റ് ഇറിഗേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പം നോക്കിയാൽ എന്താണ്, പ്രാക്ടീസിന് വേണ്ടി വാട്ടർ സപ്ലൈ ഈസ് അറ്റ് ടു ലോ ലെവൽ ടു റൺ ബൈ ഗ്രാവിറ്റേഷൻ ഓൺ ടു ദി ലാൻഡ്. അപ്പം അങ്ങോട്ട് എത്താൻ, ഗ്രാവിറ്റേഷൻ ഫ്ലോയിൽ എത്താൻ പറ്റത്തില്ലാത്ത സ്ഥലത്താണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിനെ വാട്ടറിനെ ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ അപ്പം എന്ത് എടുക്കണം, എന്തെങ്കിലും മെക്കാനിക്കൽ മീൻസ് അല്ലെ, പമ്പൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പം അതിന് എക്സാമ്പിളാണ് നമ്മൾ ഇറിഗേഷൻ ബൈ വെല്ലിൽ നിന്ന് വെള്ളം എടുത്തിട്ടുള്ള ഇറിഗേഷൻ. അപ്പോൾ അവിടെ എന്താണ്, വെല്ലിലുള്ള വെള്ളം എന്ന് പറയുന്നത് സബ്സോയിൽ വാട്ടർ അല്ലേ. അപ്പോൾ സബ്സോയിൽ വാട്ടറിനെ നമ്മൾ സർഫസിലോട്ട് ലിഫ്റ്റ് ചെയ്യും. അത് പല മെത്തേഡ്, പുള്ളി മെത്തേഡ് അല്ലെങ്കിൽ പമ്പ് മെത്തേഡ് വെച്ചിട്ട് ലിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ അഗ്രികൾച്ചർ ഫീൽഡിലോട്ട് കൺവേ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ പറഞ്ഞതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇറിഗേഷൻസ്. എന്താണ് ഫ്ലോ ഇറിഗേഷൻ പറഞ്ഞു, അതിൻ്റെ 2 മെയിൻ ഡിവിഷൻ പറഞ്ഞു, ഏതൊക്കെ, പെരനിയലും ഇൻഡന്റേഷനും പറഞ്ഞു. പിന്നെ ബേസ്ഡ് ഓൺ സോഴ്സ് ഫ്രം വിച്ച് വാട്ടർ ഈസ് ഡ്രോൺ, അതനുസരിച്ച് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്, ഡയറക്റ്റ്, സ്റ്റോറേജ്, പിന്നെ കമ്പൈൻഡ് സിസ്റ്റം. ഈ 3 പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്, ലിഫ്റ്റ് ഇറിഗേഷൻ എന്താണ്, അതിൻ്റെ ഒരു എക്സാമ്പിൾ പോലെ ഇറിഗേഷൻ ബൈ വെൽ എന്ന് പറയുന്നത് ഒരു ലിഫ്റ്റ് ഇറിഗേഷനിൽ വരുന്നതാണ്. കാരണം അവിടെ ഗ്രാവിറ്റേഷൻ ഫ്ലോയിൽ വെള്ളം എത്തത്തില്ല, കാരണം വാട്ടർ ലെവൽ ഒത്തിരി താന്നാണ്. അപ്പോൾ അവിടെ നമ്മൾ മെക്കാനിക്കൽ മീൻസ് യൂസ് ചെയ്യണം. അപ്പം അങ്ങനത്തെ കേസിൽ ഇപ്പം ഇറിഗേഷൻ ബൈ വെല്ലിൽ നമ്മൾ സബ്സോയിൽ വാട്ടറിനെ സർഫസിലോട്ട് എത്തിക്കുന്നത് എങ്ങനെയാണ്, ലിഫ്റ്റ് ചെയ്യും അല്ലേ, പമ്പ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട്. പിന്നെ ആ വരുന്ന വെള്ളത്തിന് നമ്മൾ കൺവേ ചെയ്യും, പൈപ്പ് കൊടുത്ത് നമ്മളത് അഗ്രികൾച്ചർ ഫീൽഡിലോട്ട് വിടും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതാണ് ടൈപ്സ്. അപ്പം നമ്മൾ ഇന്ന് എന്തൊക്കെ നോക്കി മൊഡ്യൂൾ 3-ൽ, ഇറിഗേഷൻ എന്താണ്, അതിൻ്റെ നെസസിറ്റീസ് നോക്കി, ബെനിഫിറ്റ്സ് നോക്കി, ഇൽ എഫക്ട്സ് നോക്കി, ടൈപ്സ് നോക്കി. ഓക്കെ, അപ്പം നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതുക കേട്ടോ. മൊഡ്യൂൾ 3 എന്ന് പറഞ്ഞിട്ട് ലെക്ചർ നോട്ട് എഴുതുക, പോയിന്റ്സ് ആക്കി എഴുതിയാൽ മതി. ഓക്കെ, എന്നിട്ട് അപ്ലോഡ് ചെയ്യണം 10 മണിക്കുള്ളിൽ. അപ്പം ശരി, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം.